ഇനി നമ്മൾ ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കലാകാരനെ കൂടി പരിചയപ്പെടുത്തണം. നമ്മുടെ സാബു ചേർത്തല ഇവിടെയുണ്ട്, നമ്മുടെ കോർഡിനേറ്റർ കൂടിയാണ്. ഒരിക്കൽ ആ പാട്ട് നമ്മൾ കേട്ടു. നമുക്ക് എനിക്കൊന്ന് ഇവിടെ നിന്ന് നമുക്ക് ഞങ്ങൾ അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകാനുള്ള സമയമില്ല. 9 മണി കഴിഞ്ഞ് 57 മിനിറ്റായി. എൻ്റെ മാങ്ങ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇടയ്ക്ക് ഇവിടെ നിന്നോ മാങ്ങ കൊണ്ട് പോകണ്ടേട്ടാ, ചുമ്മാ പറഞ്ഞേട്ടാ. അപ്പോൾ നമ്മൾ സാബു ഉണ്ട് ഇവിടെ. സാബു നമ്മളിപ്പോൾ കുറേ വീട്ടിൽ പോയി. എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താ അറിയോ? ഈ നാട്ടിലെ മനുഷ്യരൊക്കെ വളരെ ഹാപ്പിയാണ്. അത് വളരെ സന്തോഷം നൽകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ്. അവർക്ക് എത്ര അഭിപ്രായ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അർത്തുങ്കൽ പള്ളിയെ പോലെ മതസൗഹാർദ്ദ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു നാടാണ് അല്ലേ? ഒരു വല്ലാത്തൊരു വൈബാ. രാവിലെ എല്ലാ വീട്ടിലും ഹാപ്പി. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2-3 അഭിപ്രായങ്ങളുള്ളവരൊക്കെ ഉണ്ട്. ഇതൊരു പൊളിറ്റിക്സ് വിദ്യാർത്ഥിയാ, ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. പേരെന്താണ്? എവിടെ? എസ് എൻ കോളേജിൽ പഠിക്കുന്നു. പൊളിറ്റിക്സ് പഠിച്ചിട്ട് ഇനി എന്താവാനാണ് ആഗ്രഹം? ഈ നാടിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. ഈ നാടിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് കണ്ടപ്പോഴേ എല്ലാവരും വളരെ മതസൗഹാർദ്ദത്തോടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. ഇത് ഈ പള്ളിക്ക് മാത്രമാണ് ഒരു മതസൗഹാർദ്ദ പെരുന്നാളുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ പള്ളിക്ക് മാത്രമേ അങ്ങനെ ഒരു പേര് കാണൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളതിനെ സാധാരണ പറയുന്ന പൊളിറ്റിക്സിൽ ഒരു പുതിയ ആശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതേതര ദേവാലയങ്ങൾ ഉണ്ടാവുന്നത് എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നവരും വരുന്ന സിൻക്രണൈസ്ഡ് ദേവാലയങ്ങൾ എന്ന് പറയും. എല്ലാ മതങ്ങളിലുള്ള ആൾക്കാരും ചേരുന്ന ഒരു ദേവാലയം. അതിനു മാത്രമേ നമ്മുടെ നാടിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനൊരു ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി. അപ്പോൾ ഈ പള്ളിയുടെ പരിസരത്താണ് നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്കാണ് നാളെ പോവുക. നാളെ നമുക്ക് അവിടെ വെച്ച് കാണാം. അതിനു മുമ്പ് ഞങ്ങളുടെ കോർഡിനേറ്റർ കൂടിയായ സാബു ചേർത്തലയുടെ ഒരു തകർപ്പൻ പെർഫോമൻസിൽ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. ഓക്കെ സാർ, ശരി, തുടങ്ങാം. നമുക്കൊരു അടിച്ചുപൊളി പാട്ട്. അടിച്ചുപൊളി പാട്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മിഞ്ചമീനേ, പെണ്ണിന്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. സാബു, താങ്ക്സ് എ ലോട്ട്. ഇനി ബ്രേക്കിംഗ് അവേഴ്സിന്റെ സമയമാണ്. ഈ ചന്തയിൽ പോകുന്നു മെയ്യും എന്നൊക്കെ പറയുമ്പോൾ അർത്തുങ്കൽ നിൽക്കുന്ന സമയത്ത് നല്ല കേരയും അല്ലേ ഒക്കെ ഇങ്ങനെ വരുന്ന രുചിയുള്ള മത്സ്യവിഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. അപ്പോൾ മനോഹരമായ ഒരു ഈസ്റ്റർ ഞങ്ങൾ ആശംസിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ലോകമെമ്പാടും ഇരുന്ന് ഈ പ്രഭാത വാർത്തായാത്ര ഞങ്ങൾക്കൊപ്പം നടന്ന എല്ലാവർക്കും നന്ദി. നാളെ വീണ്ടും നമ്മൾ 6:55 കണ്ടുമുട്ടും. നാളെ നമ്മൾ കോട്ടയത്ത് വൈക്കത്ത് നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുക. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വർഷത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് വൈക്കത്ത് നിന്നുമായിരിക്കും നാളെ നമ്മളുടെ വാർത്താ പ്രഭാതയാത്ര ആരംഭിക്കുക. അവിടെ നമുക്ക് കുറേ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഒരാൾ മാങ്ങയുമായിട്ട് റിപ്പോർട്ട്, ഞാൻ ആ മാങ്ങയുമായിട്ടിരിക്കുന്ന ആളോടൊപ്പം ചേരാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങൾ വിനീത വേണുവിനോടൊപ്പം ചേർന്നോളൂ. ബ്രേക്കിംഗ് അവേഴ്സുമായി വിനീത നിങ്ങളെ ഇനി നയിക്കും. അപ്പോൾ വിനീതയിലേക്ക്, ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. കോഫി വിത്ത് ഓൺലി ഇലക്ഷൻ വീൽസ് നാളെ 6:55 രാവിലെ വൈക്കത്ത് നിന്നും തത്സമയം. അതുവരെ വിനീത വേണുവിലേക്ക്.